അമ്മയുടെ കുഞ്ഞേ അടുത്ത അക്കടമുത്ത് വന്ന അമ്മതേ മുട്ടയും പാലും തരാം കേട്ടോ. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞേക്കട്ടെ. മുട്ട കിട്ടി, 2-3 കിട്ടി. സ്കൂളിൽ നമ്മള് CBSE സ്കൂളല്ലേ, ഗവൺമെന്റ് സ്കൂളിലല്ലേ മുട്ട കിട്ടുള്ളൂ. പക്ഷെ ഇവരുടെ ക്ലാസ്സിൽ ഇന്ന് മുട്ട കൊടുത്തു, അത് ഇവന് മാത്രം. നാടൻ മുട്ട അല്ല, ഇംഗ്ലീഷ് മുട്ട. മുട്ട UK ഇംഗ്ലണ്ടിലൊക്കെ മാത്രം കണ്ടുവരുന്ന ഇംഗ്ലീഷ് മുട്ട. വയറ് നിറഞ്ഞ എന്തായാലും കുഞ്ഞിന്? ഇല്ലില്ല, വയറ് നിറഞ്ഞിട്ട്. അന്ന് അമ്മ പാലും കൂടി തരാം, അപ്പൊ വയറ് നിറയും കേട്ടോ. പക്ഷെ മനസ്സ് നിറഞ്ഞിരിക്കും. അവന്റെ അല്ല, എന്റെ. എന്റെ മിസ് കണ്ട് കുറെ പരാതി പറഞ്ഞു. മുട്ടയ്ക്കോ? മുട്ടയ്ക്കല്ല, കൊച്ചിന്റെ പഠിത്തത്തിന്. കൊച്ചു പഠിത്തത്തിൽ ഭയങ്കര മോശമായി. ഇന്നത്തെ ടെസ്റ്റ് പേപ്പർ അവന് കിട്ടിയത് ആ മുട്ട, ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് പേപ്പറിന്റെ മുട്ട. ആ മുട്ടയാണോ? ആ മുട്ടയാ. കൊച്ചു പറയാ, അവര് പറയാൻ നല്ലോണം പഠിച്ചോണ്ടിരുന്ന കുഞ്ഞ് ഇപ്പൊ എന്തോ പറ്റിയെന്ന്. എന്തോടാ പറ്റിയത്? എന്താ പറ്റിയത്? എനിക്ക് മാമി പഠിപ്പിച്ചു തരുമ്പോ എല്ലാം മനസ്സിലാവുമായിരുന്നു. ഇപ്പൊ എന്താ ഇവിടെ പഠിപ്പിച്ചിട്ടൊന്നും നിനക്ക് മനസ്സിലാവണില്ലേ? ഇല്ലെന്ന്. അതാ അവൻ എന്നോടും പറഞ്ഞു. ടീച്ചർ എന്താ പറഞ്ഞത്? ടീച്ചർ പറഞ്ഞു ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, PTAക്ക് തങ്ങൻ ക്ലീച്ചേഴ്സ് മസ്റ്റ് ആയിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. നല്ലോണം പഠിച്ചോണ്ടിരുന്ന ഞാനൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോഴേ എന്റെ ടീച്ചറിനൊക്കെ എന്നെ പറ്റി നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ. നീയൊക്കെ മനുഷ്യനെ നാണം കെടുത്തോ? നാണം കെടുത്തോടാ? വെറുതെ അല്ലല്ലോ, കുഞ്ഞു പറഞ്ഞ കാരണം കറക്റ്റില്ല. എന്ത് കാരണം? അവന് നമ്മളാരും പഠിപ്പിക്കുന്നത് അവന് ശരിയാവത്തില്ല. ലില്ലി പെണ്ണ് പറഞ്ഞു കൊടുക്കുന്ന അവന് കയറുന്നു. പിന്നെ ലില്ലി എന്താ വേറെ വല്ല ഭാഷയിലാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത്? കൊച്ചുങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതല്ലേ ചെയ്യേണ്ടത്. നീ ഇപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാ? ചാടിത്തുള്ളി ദേഷ്യപ്പെട്ട് എടുത്തോണ്ട് വരുമ്പോൾ ആലോചിക്കണമായിരുന്നു. കുഞ്ഞിനെ വഴക്ക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത്രയും കൂടെ പഠിക്കുന്ന പിള്ളേർ മുമ്പിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിസ്സാര കാര്യത്തിന് കണ്ണും തുള്ളി വാശിയും കാണിച്ചിട്ടുണ്ട്. അവനെ എന്താ കാണിക്കാൻ ഇനി? കൊച്ചിന് PTA മീറ്റിംഗ് അടുത്ത മാസം 12-ാം തീയതിയോ 11-ാം തീയതി കണ്ടാണ്. അപ്പൊ PTA മീറ്റിംഗ് മാത്രമല്ലല്ലോ, ഇവൻ ഇങ്ങനെ ആയാലും ഇനി എങ്ങനെ? ഇനി മറ്റന്നാൾ ഏതാണ്ട് ടെസ്റ്റ്. ഏതിൻ്റെ ഏടാ കണക്കോ? ഏതായിരുന്നു മറ്റന്നാള്? അതുപോലും അറിയില്ല. ഡാ, മറ്റന്നാള് പരീക്ഷ ഉണ്ടോ? മറ്റന്നാള് പരീക്ഷ ഉണ്ടോന്ന്? ഏതാ? വല്ലതും അറിയാവോ? ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. കുഞ്ഞിനെ പഴയതുപോലെ ലില്ലിപ്പൻ്റെ അടുത്ത് ട്യൂഷനാക്കും. അതിന് അവള് മിണ്ടണ്ടേ? ആരാണ് ആദ്യമേ മിണ്ടാതെ വന്നത്? ഞാൻ കാര്യം പറഞ്ഞുള്ളൂ. കാര്യം പറഞ്ഞല്ലോ. കൊച്ചിനെ എടുത്തോണ്ട് വന്ന് ഇനി മേലെ പഠിപ്പിക്കാൻ വിടത്തില്ലെന്ന് തീരുമാനിച്ചതാരാ? ശരി, അത് ഞാനാണ്. പക്ഷെ ഈ കൊച്ചാരാ? അവളുടെ അങ്ങോട്ടുള്ള കൊച്ചല്ലേ. ആ കൊച്ചിനെ തിരിച്ചു പോവാ മോനെ പഠിപ്പിക്കാം അമ്മ അങ്ങനെയൊക്കെ പറയുന്നു പറഞ്ഞ് ഇവക്ക് വിളിച്ചോണ്ട് പോയാൽ എന്താ കുഴപ്പം? എങ്കിൽ അങ്ങനെയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ കൊച്ചിനെ പഠിപ്പിച്ച ലില്ലി ആരാ? ആങ്ങളുടെ വൈഫാണോ? അപ്പൊ അവരുടെ അടുത്ത് ഈ വാശി കാണിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ കുഞ്ഞിന്റെ കാര്യം നോക്കിയാൽ പോരെ? നീ ശരിക്കും ആരുടെ കൂടെ? എന്റെ കൂടെയാണ്, അത് അവളുടെ കൂടെ? ഞാൻ കൊച്ചിന്റെ കൂടെ. കാരണം ടീച്ചറിന് മുമ്പ് ഇതേപോലെ അവനും കുമ്പിട്ടുന്നുണ്ടപ്പോ എനിക്ക് വിഷമമായി. എനിക്ക് ഇതേപോലെ പിള്ളേരുള്ളൂ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അങ്ങോട്ട് കേറുന്നു. എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി എന്ന് കരയണം. എങ്ങനെ കരയൊന്ന് കാണിച്ചേ. എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ. എന്തിനാ കൈ ഇങ്ങനെ കാണിക്കുന്നത്? എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ. ഇവിടെ മുഖത്ത് സങ്കടം വരട്ടെ, പറ്റുവാണെങ്കിൽ കണ്ണീരും വരുത്തണം കേട്ടോ. അമ്മ ഇവിടെ നിന്നോളാം. ഓർമ്മയുണ്ടല്ലോ? അങ്ങോട്ട് നീങ്ങ. തുടങ്ങിക്കോ. പാതിക്കലോട്ട് നീങ്ങിക്ക്. തുടങ്ങി. എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി. ഇടയ്ക്ക് നിർത്തിക്കോ. വരുന്നുണ്ടോ? ആരെങ്കിലും വരുന്നുണ്ടോ? ഒന്നുകൂടെ പറ. എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി. കൊച്ചു കിടന്ന് നിലവിളിക്കുന്നു. നിർത്ത്. കുറെ നേരമായി തുടങ്ങിയിട്ട്. എന്റെ അമ്മ രാവിലെ ഇവന് തുടങ്ങിയതാ. എന്നെ കൂമി പഠിപ്പിച്ചാ മതി എന്ന് പറഞ്ഞ നല്ല അടി ഞാൻ കിട്ടും. ഇങ്ങോട്ട്. അയ്യോ, അത് അവള് വന്ന് പഠിപ്പിക്കണ്ടായിരുന്നു. വേണ്ട, പഠിപ്പിക്കണ്ട. എന്താ അമ്മേ?
ഈ കൊച്ചു കിടന്ന് നിലവിളിക്കുന്നത് എന്നെ മാമി പഠിപ്പിച്ചാ മതിയേ എന്നെ മാമി പഠിപ്പിച്ചാ മതിയേ എന്ന് പറഞ്ഞോണ്ട് അവള് കൊച്ചിനായിട്ട് അടിക്കുന്നത് എല്ലാ കാര്യമുണ്ടാ നീ അത് പറഞ്ഞു കൊടുക്ക് എന്നപ്പാ മക്കളെ എന്നെ മാമി പഠിപ്പിച്ചാ മതി. അത് വേണ്ട പൊന്നെ. മാമി കുഞ്ഞിനെ പഠിപ്പിക്കുന്നില്ല. അതല്ലമ്മേ, ഞാനിവനെ പഠിപ്പിച്ചാൽ ശരിയാവത്തില്ല. ചിലപ്പോഴേ മാർക്ക് കുറഞ്ഞു പോകും. പിന്നെ അതിന്റെ വഴിയും കൂടെ ഞാൻ കേൾക്കേണ്ടി വരും. മാമിക്ക് കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള യോഗമില്ല. അമ്മ, അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ ഈ നമ്പർ ഒന്നും നടക്കൂലെന്ന്. അമ്മ എന്നെ ഒന്ന് പറ. ഓഹോ, പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയതാ. ആഹാ, നിനക്ക് നേരിട്ട് പറഞ്ഞുകൂടായിരുന്നാടി? പുളിക്കണ്ട. ചെല്ല്, പോയി ബുക്ക് എടുത്തോണ്ട് വാ. എന്ത്? ഓ, ഒന്നുമില്ല, വാ. ബുക്ക് എടുത്ത് ശരി, പൊയ്ക്കോ.